ആറ്റുകാൽ പൊങ്കാല നഗരി സന്ദർശിക്കവെയാണ് വി.ഡി. സതീശൻ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള തന്റെ ആത്മവിശ്വാസം പങ്കുവച്ചത്. ഭരണമാറ്റം അനിവാര്യമാണെന്നും UDF അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. അടുത്ത പൊങ്കാലയ്ക്ക് കോൺഗ്രസുകാരനായ മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിൽ ഉണ്ടാകുമെന്ന സതീശന്റെ വാക്കുകൾ പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. LDF ഭരണത്തിന് അന്ത്യം കുറിക്കുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. UDFനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്ന വലിയ ദൗത്യമാണ് തനിക്ക് മുന്നിലുള്ളതെന്ന് സതീശൻ പറഞ്ഞു. തകർന്നുപോയ പാർട്ടി സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുകയും വിജയം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് തന്റെ പ്രാഥമിക ഉത്തരവാദിത്തം. തന്നെ സംബന്ധിച്ച മുഖ്യമന്ത്രി പദവിയിലെ പ്രധാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി ആരാകണമെന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം ഹൈക്കമാൻഡ് തീരുമാനിക്കും. പാർട്ടിയുടെ വിജയത്തിനാണ് താൻ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനായി കോൺഗ്രസ് കാത്തിരിക്കുകയാണെന്ന് സതീശൻ പറഞ്ഞു. നാളെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ വെറും 24 മണിക്കൂറിനകം ആദ്യത്തെ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പാർട്ടി സജ്ജമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ കാലതാമസം ഉണ്ടാകില്ല. കുറച്ചു ദിവസത്തെ സാവകാശം ലഭിക്കുകയാണെങ്കിൽ 60ഓളം സ്ഥാനാർത്ഥികളെ ഒറ്റയടിക്ക് പ്രഖ്യാപിക്കാനുള്ള വിപുലമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി അദ്ദേഹം അറിയിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ രമേശ് പിഷാരടി മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ പിഷാരടി ഉണ്ടെന്ന കാര്യം സതീശൻ നിഷേധിച്ചില്ല. അധികാരമില്ലാത്ത കാലത്തും കോൺഗ്രസ് പ്രസ്ഥാനത്തിനൊപ്പം ഉറച്ചുനിന്ന വ്യക്തിയാണ് രമേശ് പിഷാരടി എന്ന് സതീശൻ അനുസ്മരിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹത്തിന്റെ പേര് സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. CPM നേതാവ് KK ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റാനുള്ള നീക്കത്തെ സതീശൻ പരിഹസിച്ചു. മട്ടന്നൂരിൽ തോൽവി ഉറപ്പായതിനാലാണ് ശൈലജയെ മാറ്റുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. പേരാവൂർ മണ്ഡലത്തിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ വലിയ ജനസ്വാധീനമുള്ള നേതാവാണെന്ന് സതീശൻ പറഞ്ഞു. അവിടെ LDFന്റെ പരീക്ഷണങ്ങൾ വിജയിക്കില്ലെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ മകൾ ഉണ്ണിമായയും ഇത്തവണ ആറ്റുകാലിൽ പൊങ്കാല സമർപ്പിച്ചു. അച്ഛന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് കരുത്തേകാൻ മകളും ഒപ്പമുണ്ടെന്നത് ശ്രദ്ധേയമായി. പ്രതിപക്ഷ നേതാവിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് മകൾ ഉണ്ണിമായ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അച്ഛന്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയാകുക എന്നതല്ല, മറിച്ച് കോൺഗ്രസിന്റെ വലിയ വിജയമാണെന്ന് ഉണ്ണിമായ പറഞ്ഞു. അച്ഛൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് പാർട്ടിയുടെ ഉന്നമനമാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം, ഉണ്ണിമായ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ പരിഹരിച്ച് എല്ലാവരെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. ഈ ഐക്യം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തമാണെന്നും ഇത് UDFന് അനുകൂലമാകുമെന്നും സതീശൻ വിശ്വസിക്കുന്നു. ജനങ്ങൾ മാറ്റത്തിനായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ബൂത്ത് തലം മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായി. സ്ഥാനാർത്ഥി നിർണയം കൂടി വേഗത്തിലാകുന്നതോടെ പ്രചാരണ രംഗത്ത് UDF മുന്നിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുന്നണിയിലെ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ സുഗമമായി നടക്കുന്നുണ്ടെന്നും വലിയ തർക്കങ്ങളില്ലാതെ ഇത് പൂർത്തിയാകുമെന്നും സതീശൻ ഉറപ്പു നൽകി. സ്ഥാനാർത്ഥി പട്ടികയിൽ പുതുമുഖങ്ങളും യുവാക്കളും പ്രാധാന്യം നൽകുമെന്നും വിജയസാധ്യത മാത്രമാണ് ഏക മാനദണ്ഡമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തലക്ഷങ്ങൾക്കിടയിൽ സതീശന്റെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുമായി സംവദിക്കാനുള്ള അവസരമായാണ് അദ്ദേഹം ഇതിനെ കണ്ടത്. വി.ഡി. സതീശന്റെ ഈ ക്ലിഫ് ഹൌസ് വെല്ലുവിളി വരും ദിവസങ്ങളിൽ ഭരണപ്രതിപക്ഷ വാക്പോരുകൾക്ക് കൂടുതൽ മൂർച്ച കൂട്ടും. അടുത്ത പൊങ്കാലയ്ക്ക് ഭരണം ആർക്കെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.